ഇന്ന് രാവിലെ എല്ലാവരെയും പറഞ്ഞയച്ചതിന് ശേഷം അമ്മമാർ കിടന്നുറങ്ങുന്നത് കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലേക്ക് വന്നു. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്നും വിചാരിച്ചു. അവർക്ക് ക്ഷീണമുണ്ട്, പ്രായത്തിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്, ശരീരത്തിന് വേദനകളുണ്ട്, എന്നിട്ട് ഒന്നും പറയാതെ വീട്ടിലെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ എൻ്റെ ടെൻഷനും സ്ട്രെസ്സും കാരണം ഞാൻ അവരോട് ദേഷ്യപ്പെടാറുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഒന്നും മനസ്സിൽ വെക്കാതെ വീണ്ടും പഴയ പോലെ സ്നേഹത്തോടെ അടുത്തേക്ക് വരും. അതാണ് നമ്മുടെ അമ്മമാർ. എത്ര വഴക്കിട്ടാലും നമ്മളെ മനസ്സിലാക്കുന്നവർ. അപ്പോൾ അതുപോലെ തന്നെയായിരിക്കും നമ്മൾ ഓരോരുത്തരുടെ അമ്മമാരല്ലേ. ജീവിതം സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെ എപ്പോഴും സന്തോഷം മാത്രം നിറഞ്ഞതല്ല. എൻ്റെയെന്നല്ല, എല്ലാവരുടെയും കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ചില ദിവസങ്ങൾ നമ്മളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് പരീക്ഷിക്കും. ഇന്ന് എനിക്കും അങ്ങനെ ഒരു ദിവസം തന്നെയായിരുന്നു. സത്യം പറഞ്ഞാൽ രാവിലെ എഴുന്നേക്കാൻ പോലും വയ്യായിരുന്നു. വയറുവേദനയും നടുവിനുവേദനയും ഒരു വശത്ത്. അതിൻ്റെ കൂടെ ഇന്നലെ രാത്രി മുഴുവൻ തനു കരച്ചിലായിരുന്നു. ഒട്ടും ഉറങ്ങാനും സാധിച്ചില്ല. ഉറക്കക്കുറവും ക്ഷീണവും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ആകെപ്പാടെ തളർന്ന ഒരവസ്ഥയായിരുന്നു. ഇത്തരം ദിവസങ്ങളിൽ ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ പ്രശ്നമായിട്ട് തോന്നും. പെട്ടെന്ന് ദേഷ്യം വരും, സങ്കടം വരും, ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. പിന്നെ പലപ്പോഴും ആ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാറില്ല. പിന്നീടൊന്ന് ആലോചിക്കുമ്പം എന്തിനായിരുന്നു അങ്ങനെ ദേഷ്യപ്പെട്ടതെന്ന് തോന്നും. പക്ഷെ ആ സമയത്ത് അത് കൺട്രോൾ ചെയ്യാനും പറ്റത്തില്ല. അതാണ് വാസ്തവം. പിന്നെ ഈ ദിവസങ്ങളിൽ എനിക്ക് ഏറ്റവും വലിയ ആശ്വാസം ഈ അമ്മമാർ തന്നെയാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് അടുക്കള ജോലികളെല്ലാം അവർ സമയത്തിന് തീർക്കുന്നത് കൊണ്ട് തന്നെ പാത്തുവിനെ കറക്റ്റ് സമയത്ത് സ്കൂളിൽ വിടാനും ദിനുവിന് ഓഫീസിൽ പോകാനും പറ്റുന്നുമുണ്ട്. തനുവാണെങ്കിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവൾ നല്ലോണം ഇപ്പോൾ ക്ഷീണിക്കുന്നുമുണ്ട്. ഉറക്കവും ശരിയാകുന്നില്ല. ഇതെല്ലാം കൂടെ ആകപ്പാടെ എനിക്കൊരു സ്ട്രെസ്സാണ്. പിന്നെ അമ്മമാരോടാണേലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ വഴക്കുണ്ടാക്കും. കാരണം അവരെപ്പോഴും ഇങ്ങനെ എടുത്ത് നടക്കുകയും കരയാൻ പോലും കുഞ്ഞിനെ സമ്മതിക്കത്തില്ല. പിന്നെ അതുപോലെ തന്നെ കൊഞ്ചിച്ച് ലാളിച്ച് വഷളാക്കുക. നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആകപ്പാടെ കഷ്ടപ്പെടേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവരുടെ അടുത്ത് വഴക്കുണ്ടാക്കുകയും ചെയ്യും. പക്ഷേ സത്യത്തിലൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അത് അവരുടെ ആ ഒരു അതിരില്ലാത്തൊരു സ്നേഹം കൊണ്ടാണ്. അപ്പോൾ അവൾ കരയുന്നത് കാണാൻ പറ്റാത്തതുകൊണ്ട് അവളെ പെട്ടെന്ന് അങ്ങ് എടുക്കുകയും കരയിക്കാതിരിക്കുകയും കൊണ്ട് നടന്ന് ഫുഡ് കഴിപ്പിക്കുകയും അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് അവളെ കൊഞ്ചിക്കുകയും ലാളിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളത്, നമ്മുടെ ആരുടെയും ജീവിതം പെർഫെക്റ്റ് അല്ല. ഓരോ വീട്ടിലും ഓരോ പ്രശ്നങ്ങളുണ്ട്. ഓരോ മനുഷ്യർക്കും നമ്മൾ കാണാത്ത ഒരുപാട് വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ എത്ര കഠിനമായ ദിവസമാണെങ്കിൽ പോലും നമ്മൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ നമ്മളെ ചേർത്ത് പിടിക്കാൻ ഒരു കുടുംബം കൂടെ ഉണ്ടെങ്കിൽ അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ് കേട്ടോ. നമ്മുടെ വിഷമത്തിലും നമ്മുടെ സന്തോഷത്തിലും എല്ലാത്തിലും നമ്മളെ വിട്ടു പോകാതെ നമ്മുടെ കൂടെ നിൽക്കുന്നതാണ് നമ്മുടെ കുടുംബം. അതുകൊണ്ടാവാം എത്ര ബുദ്ധിമുട്ടുകൾ വന്നാലും നമ്മൾ വീണ്ടും വീണ്ടും അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. കാരണം ഒടുവിൽ നമുക്ക് താങ്ങി നിർത്തേണ്ടത് നമ്മുടെ ആ ഒരു കുടുംബത്തിലെ സ്നേഹം തന്നെയാണ് കേട്ടോ. ഈ വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ വിചാരിച്ച കാര്യങ്ങളൊന്നുമല്ല ഞാൻ ഈ വീഡിയോയിൽ കൂടി ഇപ്പോൾ നിങ്ങളുമായിട്ട് സംസാരിച്ചിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ.